ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ മാസത്തെ ട്രേഡിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ്. ഒരു അനാലിസിസ് വീഡിയോ ആണ്. എങ്ങനെയൊക്കെ ട്രേഡ് പൊട്ടി, എന്തുകൊണ്ട് പൊട്ടി എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഈ 15 ദിവസത്തിലായിട്ട് ഞാൻ ആകെപ്പാടെ 7 ട്രേഡ് എടുത്തിട്ടുള്ളൂ. ഡിസിപ്ലിൻ ഓക്കെയാണ്, അത് ടിക്ക് കൊടുക്കാം. പിന്നെ അതല്ലാണ്ട് ലോസാണ്, ബട്ട് നമ്മൾ ലോസ് വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്കുള്ള പോസിറ്റീവായിട്ട് എന്തൊക്കെ ഔട്ട്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിലല്ലേ കാര്യം. നമ്മൾ ഇപ്പോൾ ഞാൻ നോക്കുന്നത് 7 ട്രേഡേ ഞാൻ എടുത്തിട്ടുള്ളൂ. 1 ഡേ 1 ട്രേഡ് എന്നുള്ള രീതിയിൽ 2-3 ദിവസം ഞാൻ സ്കിപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 ദിവസം ഞാൻ സ്കിപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു മാസം ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവ് ഔട്ട്കം ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ട്രേഡായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എല്ലാ ദിവസവും ഞാൻ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുകയാണെങ്കിലും എല്ലാ ദിവസവും ഏകദേശം 500 അടുപ്പിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ ലോസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അത് ഇവിടെ ഉണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഞാനിത് നോക്കുകയാണെങ്കിൽ 500 500 500 500 500 500 കറക്റ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ആ 500-ൽ തന്നെ എനിക്ക് നിർത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ രണ്ടാമതായിട്ട് എടുക്കുന്ന ഒരു പോസിറ്റീവ് ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ, തുടർച്ചയായിട്ട് ഒരു ട്രേഡ് പൊട്ടി പോകുന്ന ദിവസങ്ങളാണിത്. ബട്ട് സ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ട്രേഡായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മൺഡേ എടുത്തിരുന്ന ട്രേഡ്, മാസത്തിലെ ആദ്യത്തെ ദിവസമായിരുന്നു. മൺഡേ ഞാൻ നല്ലൊരു ട്രേഡ് കുറേ നേരം നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഒരു ചോപ്പി മാർക്കറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ട്രേഡ് എടുത്തത് ഏകദേശം ഈ ഒരു ലെവലിൽ നിന്നായിരുന്നു ഞാൻ ട്രേഡ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ട്രേഡ് എടുത്തു. ഏകദേശം ഈ ഒരു ലെവലിൽ നിന്നാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ട്രേഡ് എടുത്തതിന് ശേഷം കുറച്ച് നേരം ഒരു ഭയങ്കര ചോപ്പിംഗ് മാർക്കറ്റ് കൊണ്ട് തന്നെ വലുതായിട്ട് ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിലായിരുന്നു. സ്റ്റോപ്പ് ലോസ് 500 ആകുമ്പോഴത്തേന് എക്സിറ്റ് ആവുന്നുള്ള പ്ലാനിലായിരുന്നു. ബട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, ടാർഗറ്റിങ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു 340 310 ഒക്കെ ആയപ്പോൾ ചെറിയൊരു ഫോൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോളിൽ ചെറിയൊരു ചെറിയൊരു എമൗണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 185 റുപ്പീസ് ആയിരുന്നു അന്നത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. മാർക്കറ്റ് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആകെ നല്ലൊരു ഷാർപ്പ് സെല്ലിങ് വന്നതിന് ശേഷം പിന്നെയും ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് ഞാൻ കരുതി തിരിച്ച് നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം വരാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവൽ വരെയെങ്കിലും മാർക്കറ്റ് വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ഈ ഒരു ലെവലിൽ ട്രേഡ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം വന്നു. അവിടെ നിന്ന് ചെറിയൊരു സെറ്റ് ബാക്ക് വന്നു. ഇവിടെ നിന്ന് നല്ലൊരു മൊമെൻറ്റം മുകളിലോട്ട് വരും എന്നുള്ള രീതിയിലായിരുന്നു. മേ ബി അവിടെ നിന്ന് ഒരു താഴോട്ടൊരു റിവേഴ്സൽ വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഒരു ട്രേഡ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ വ്യൂ കറക്റ്റ് അല്ലായിരുന്നു. ഞാൻ എൻ്റെ ലോസ് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഫൈൻ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വെയിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ആയിരുന്നപ്പോഴത്തേനും എൻ്റെ വ്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സെല്ലിങ് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒബ്വിയസ്ലി സെല്ലിങ് സൈഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഞാൻ സെല്ലിങ് സൈഡ് ഈ ഒരു ലെവലിൽ അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് എടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഈ ഒരു ലെവൽ ഇനിയും ബ്രേക്ക് ആവും എന്നുള്ള രീതിയിലിരിക്കുമായിരുന്നു. ഇതിന് മുകളിൽ പോകാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ എക്സ്പെക്റ്റേഷനിൽ ഇരിക്കുമായിരുന്നു. മേ ബി ചെറിയൊരു അപ്സൈഡ് വന്നിട്ട് അപ്പം തന്നെ ഡൗൺ അടിക്കും എന്നുള്ള രീതിയിലിരിക്കുമായിരുന്നു. ബട്ട് എൻ്റെ എക്സ്പെക്റ്റേഷൻ അവിടെയും തെറ്റിപ്പോയി. അവിടെ നിന്ന് നേരെ ഒരു റിവേഴ്സൽ വന്നിട്ടായിരുന്നു. അവിടെ നിന്ന് അത്യാവശ്യം കുറേ പേരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിന് ശേഷമാണ് അവിടെ നിന്ന് പിന്നെ തിരിച്ച് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോയത്. ഇത് ഓബിയസ്ലി ട്രാപ്പായിരുന്നു. അത് പിന്നെ കുഴപ്പമില്ല, ഇത് വൺസ് ഇൻ എ വൈൽ എല്ലാ ട്രേഡേഴ്സിനും പറ്റുന്നതാണ്. പക്ഷേ ഇതുപോലുള്ള മൊമെൻറ്റ്സിലാണ് ഓൾമോസ്റ്റ് എല്ലാ ട്രേഡേഴ്സും അവരുടെ മണി എപ്പോഴും ലൂസ് ആവുന്നത്. അതായത് ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു 10 ട്രേഡിൽ 6 ട്രേഡ് സക്സസ് ആയിട്ടും ഇങ്ങനത്തെ ഒരു ദിവസം വരികയാണെങ്കിൽ മേ ബി ഒരു ട്രേഡിൽ തന്നെ ആ 6 ട്രേഡ് സക്സസ് ആയ മണി ഫുള്ള് ഈ ഒരൊറ്റ ട്രേഡിൽ ലൂസ് ആവാൻ ചാൻസ് ഉള്ള ഒരു പാറ്റേൺ ആണിത്. കണക്കുള്ള ഫോൾസ് ബ്രേക്ക് ഔട്ടും അതേപോലെ തന്നെ കാര്യങ്ങളും വരുന്നത്.
അപ്പോൾ അത് കഴിഞ്ഞ് ഞാനത് അക്സെപ്റ്റ് ചെയ്തു ഇറങ്ങി. അതിനുശേഷം പിറ്റേ ദിവസം ആയപ്പോഴത്തേനും എൻ്റെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് വ്യൂ ആയിരുന്നു. കാരണം ഞാൻ ഇവിടെ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ഞാൻ ഒരു കൺഫർമേഷന് വെയിറ്റ് ചെയ്തിരുന്നില്ല. ഇവിടെ നിന്ന് ചെറിയൊരു മൂമെൻറ്റം കണ്ടപ്പോൾ ഞാൻ കരുതി ഇവിടെ നിന്നൊരു റീടെസ്റ്റ് വന്നിട്ട് നല്ലൊരു രീതിയിൽ അപ്സൈഡ് മൂമെൻറ്റം വരാൻ നല്ല ചാൻസ് ഉണ്ട് എന്ന് എനിക്കൊന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞാനൊരു ട്രേഡ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ വ്യൂവിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ആ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുത്തപ്പോഴത്തേനും അത്യാവശ്യം ഇത് എൻ്റെ വ്യൂ എല്ലാം കറക്റ്റ് തന്നെയായിരുന്നു. പക്ഷേ പ്രശ്നം പറ്റിപ്പോയത് എനിക്ക് ആ ദിവസത്തിൽ എനിക്കൊരു പ്രശ്നം പറ്റിയത് 500 ആയപ്പോൾ തന്നെ. കാരണം ഞാൻ എക്സിറ്റ് ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് 3 ഡേയ്സിൽ ലോസ് വന്നതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ വ്യൂ ഇവിടെയും തെറ്റി കാണും എന്ന് കരുതിയിട്ട് 500 ആയപ്പോൾ ഞാൻ എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അവിടെ നിന്ന് നേരെ റിവേഴ്സിൽ വന്ന് കറക്റ്റ് എൻ്റെ പ്രോഫിറ്റിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ദിവസം വരും, ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വ്യൂ കറക്റ്റ് ആയാലും ചില സമയത്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് വരെ പോയിട്ട് തിരിച്ചു വരുന്ന ദിവസങ്ങളുണ്ടാവും. ഞാനൊരു പക്ഷേ പ്രോഫിറ്റിലായിരുന്നു ഇരുന്നിരുന്നെങ്കിൽ, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പ്രോഫിറ്റിലായിരുന്നെങ്കിൽ ഞാൻ ഹോൾഡ് ചെയ്യാനുള്ള ചാൻസ് പ്രോബിലിറ്റി വളരെ കൂടുതലായിരുന്നു. ബട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ലോസ് തന്നെ ആയതുകൊണ്ട് എനിക്ക് ഹോൾഡ് ചെയ്യാനുള്ള എൻ്റെ മെൻറ്റാലിറ്റി ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. എക്സിറ്റ് തന്നെ ലോസ് ആയിരിക്കും വരാൻ പോകുന്നത്. എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലോസ് എങ്ങനെയെങ്കിലും മിനിമൈസ് ചെയ്യാൻ വേണ്ടി നോക്കി. അങ്ങനെയാണ് അന്നത്തെ ദിവസത്തിൽ വ്യൂ കറക്റ്റായിട്ടും എനിക്ക് ലോസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ഒരു ഹ്യൂജ് ട്രേഡായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം. മാർക്കറ്റ് ഇത് യൂഷ്വലി ഇങ്ങനെ വരുന്ന മാർക്കറ്റ് തന്നെയാണ്. ഫസ്റ്റ് അത്യാവശ്യം നല്ലൊരു ഡൗൺ സൈഡ് പോയിട്ട് തിരിച്ച് ഈ ഒരു ലെവലിൽ മാർക്കറ്റിൻ്റെ അന്നത്തെ ദിവസത്തെ ഡേ ഹൈയിൽ വന്നതിന് ശേഷം നല്ലൊരു റിവേഴ്സൽ കാണുന്നത്, ഈ ഒരു ഡേ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നത് യൂഷ്വലായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയാണ് ഒരു ട്രേഡ് കൺസിഡർ ചെയ്തത്. ബട്ട് അന്നത്തെ ദിവസം മാർക്കറ്റ് ചതിച്ചു, താഴോട്ട് പോയില്ല. പക്ഷേ പിറ്റേ ദിവസം പോയിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ബ്രേക്കൗട്ട് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ട്രേഡ് പിന്നെ അന്നത്തെ ദിവസം ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പോരാത്തതിന് ചോപ്പിംഗ് മാർക്കറ്റും കൂടെ ആയിരുന്നു. മാർക്കറ്റ് എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് ഞാൻ ട്രേഡൊന്നും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ജസ്റ്റ് മാർക്കറ്റ് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ട്രേഡ് എടുക്കാൻ ഇവിടെ നല്ലൊരു ബ്രേക്കൗട്ട് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് എനിക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വാച്ചിങ് മാത്രമായിരുന്നു. അപ്പോൾ തേഴ്സ്ഡേ ആയിരുന്നപ്പോഴത്തേനും ഞാനൊരു ട്രേഡ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് ഫോളോ തന്നെ ചെയ്യും എന്ന് വിചാരിച്ചു. ബട്ട് അവിടെയും എൻ്റെ വ്യൂ തെറ്റായി. അങ്ങനെ എനിക്ക് ട്രേഡ് അവിടെയും ഒരു ലോസ് ആയിരുന്നു എനിക്ക് അക്സെപ്റ്റ് ചെയ്തത്. മൂന്നാമത്തെ പ്രാവശ്യം ഈ ഒരു ഏരിയയിൽ റീടെസ്റ്റ് നടത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രേക്കൗട്ട് താഴോട്ട് കണ്ടിന്യൂഷന് വരാൻ നല്ലൊരു ചാൻസ് ഉണ്ട് എന്ന് കരുതിയിട്ടായിരുന്നു ഞാനൊരു ട്രേഡ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അവിടെ നിന്ന് നേരെ നല്ലൊരു റിവേഴ്സിൽ വന്നിട്ടാണ് ഒരു ഡൗൺ സൈഡ് വന്നത്. ഈ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഓപ്പൺ ഹൈ, ആ ഡേ ഹൈ വരെ പോയതിന് ശേഷം അവിടെ നിന്ന് ഒരു റിവേഴ്സിൽ വരുന്നത് എപ്പോഴും കാണുന്ന ഒരു പാറ്റേൺ ആണ്. ഈ ഒരു ഹൈയിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു റിവേഴ്സിൽ വരുന്നത്. അപ്പോൾ അതും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഇന്ന് ഞാൻ ട്രേഡ് കൺസിഡർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ട്രേഡ് എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. ഈ ഒരു ലെവലിൽ ഞാനൊരു ട്രേഡ് കൺസിഡർ ചെയ്താലോ എന്ന് വിചാരിച്ചു. ബട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആയതുകൊണ്ട് തന്നെ ആ ട്രേഡ് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതുപോലെ ഇതിലിപ്പോൾ എനിക്ക് ഏറ്റവും നല്ലൊരു ലെസൺ അല്ലെങ്കിൽ ടേക്ക് അവേ എന്ന് പറയുന്നത്, ഞാൻ നല്ലൊരു ഡിസിപ്ലിൻഡ് ട്രേഡറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇപ്പോൾ ലോസിലാണ്, ബട്ട് സ്റ്റിൽ എൻ്റെ ലിമിറ്റ് അല്ലെങ്കിൽ എൻ്റെ ലോസ് ലിമിറ്റിൽ തന്നെയാണ് ഞാൻ എപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. വലിയ എമൗണ്ട് വെച്ചൊന്നുമല്ല, ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു വ്യൂ തെറ്റാകുമ്പോൾ ഞാൻ എക്സിറ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ കറക്റ്റ് ലോസ് എപ്പോഴാണോ എൻ്റെ ലോസ് എത്തുന്നത് അവിടെ ഞാൻ എത്രയാണോ എൻ്റെ ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ഉടനെ തന്നെ ഞാൻ എക്സിറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല. ഇത് വലിയൊരു പോസിറ്റീവ് കാര്യമായിട്ട് ഞാൻ നോക്കി കാണുന്നു. അപ്പോൾ എന്തായാലും ഇപ്പം മാസം 15-ാം തീയതി വരെയായി. ഇനിയുണ്ട് ഒരു 6-7 ദിവസം, ഒരു 10 ദിവസത്തോളം ട്രേഡിംഗ് ഡേയ്സ് ഇനിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളൊന്നും അറിയത്തില്ല. എല്ലാ ദിവസവും ഞാൻ ട്രേഡ് ചെയ്യുമോ എന്നും അറിയത്തില്ല. കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ലോസ് ഇരിക്കുന്നുണ്ട്. മെൻറ്റാലിറ്റി ആ ഒരു ലോസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ട്രേഡ് കിട്ടുന്നതുവരെ ഞാൻ ജസ്റ്റ് വാച്ചിങ് മാത്രമായിരിക്കും. ബട്ട് എന്നാലും നല്ലൊരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ട്രേഡ് എടുക്കുന്നതാണ്. ബാക്കിയെല്ലാം നമ്മുടെ മെൻറ്റാലിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ എത്രത്തോളം ലോസ്
വന്നു എന്നതിലല്ല കാര്യം. നമ്മൾ ആ ലോസ് അക്സെപ്റ്റ് ചെയ്ത് എങ്ങനെയാണ് മൂവ് ഓൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അടുത്തൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ വേറെ എന്ത് മെത്തേഡാണ് ഇനി ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ട്രേഡിൽ എനിക്ക് യാതൊരു എന്താ ഒരു ഗിൽട്ടോ അല്ലെങ്കിൽ ഞാൻ വേറൊരു മെത്തേഡ് ട്രൈ ചെയ്യണമെന്ന് അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതെൻ്റെ വ്യൂ തെറ്റായിപ്പോയി. ഓക്കെ ഫൈൻ, ഞാനത് അക്സെപ്റ്റ് ചെയ്തു. മേ ബി വേറൊരു ദിവസത്തിൽ എൻ്റെ എല്ലാ വ്യൂവും കറക്റ്റായിരിക്കുന്ന കുറേ ദിവസങ്ങളുണ്ടായിരിക്കാം. ബട്ട് റീസെൻ്റ്ലി എൻ്റെ വ്യൂ എല്ലാം ഓപ്പോസിറ്റ് ആയിരുന്നു. കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനത്തെ പാറ്റേൺ വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ മാർക്കറ്റ് ഇങ്ങനെ ബിഹേവ് ചെയ്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മേ ബി ആ ഒരു ദിവസങ്ങളിൽ എനിക്ക് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇന്ന് എൻ്റെ വ്യൂ തെറ്റി ലോസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. ബട്ട് ഇനി ഒരിക്കൽ എൻ്റെ വ്യൂ കറക്റ്റായി ഞാൻ പ്രോഫിറ്റ് ഉണ്ടാകും എന്നുള്ളൊരു കോൺഫിഡൻസിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ശരി എന്നാൽ ഗൈസ്, കാണാം.